ഇതുപോലൊരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ മുബാറക്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഞാനിവിടെ ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ system.io എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഓൺ ഡൊമൈൻ ഉണ്ടെങ്കിൽ ആ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടും ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള സബ് ഡൊമൈനിലും നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഡൊമൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിനെ നിങ്ങളുടെ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗോഡാഡിയിലോ അല്ലെങ്കിൽ നെയിംചിപ്പിലോ ഒരു ഡൊമൈൻ വാങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ system.io കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഗൂഗിളിൽ വന്നിട്ട് system.io എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഗെറ്റ് മൈ ഫ്രീ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് മൈ ഫ്രീ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ പോയിട്ട് മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ മെയിൽ ഓപ്പൺ ചെയ്യുക. മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ക്ലിക്ക് ദിസ് ഇൻഫർമേഷൻ ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഐ എം നോട്ട് റോബോട്ട് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. system.io അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലേക്കായിരിക്കും വരിക. ഈ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിലാണ് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നേരെ ഈ ബ്ലോഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലോഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് എന്താണോ വേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഡൊമൈൻ നെയിം എന്നുള്ളിടത്ത് info-hybrid.system.io എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. system.ioയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡൊമൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡൊമൈനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, system.io കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ഓൺ ഡൊമൈന് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ അത് കണക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഡൊമൈൻ നെയിം system.ioയുടെ താഴെ ഒരു സബ് ഡൊമൈൻ ആയിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് അഡ്രസ്സ് ഇല്ല, അതായത് ഡൊമൈൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഡൊമൈൻ വെച്ചിട്ട് നിങ്ങൾക്കിത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ ഗോഡാഡി അതല്ലെങ്കിൽ നെയിംചീപ്പാണ്. നെയിംചീപ്പ് വഴി ഡൊമൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റ്സ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഇതിലിപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആവുന്ന ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള ഇതിലുള്ളൊരു വെബ്സൈറ്റ് എടുത്തിട്ട് അതിനെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, അതായത് ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് എഡിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു നല്ലൊരു തീം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെയുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള തീംസുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിവ്യൂ ടെംപ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതൊരു വേറെ പേജിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇത് ബ്ലോഗിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബ്ലോഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തീമാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് നോർമൽ വെബ്സൈറ്റിൽ നിന്നുള്ള രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ടെംപ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. സെലക്ട് ടെംപ്ലേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ടെംപ്ലേറ്റ് സെലക്റ്റഡ് എന്ന് കാണിച്ചു. എന്നിട്ട് സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണിത്. ടെസ്റ്റ് എന്നാണ് എൻ്റെ പേര് വന്നിട്ടുള്ളത്. ഇത് നമ്മളുടെ URL ആണ്. നിങ്ങൾ കസ്റ്റം ഡൊമൈൻ, അതായത് നിങ്ങൾ ഓൺ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ നെയിം ആയിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ആയതുകൊണ്ടാണ് ഇവരുടെ അണ്ടറിലുള്ള ഒരു സബ് ഡൊമൈനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റിലവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള തീം അവിടെ ആ ഒരു അഡ്രസ്സിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. നേരെ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഈ 3 ഡോട്ടിൽ വന്നിട്ട് ഡിലീറ്റ് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ബ്ലോഗിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്ലോഗ് പോസ്റ്റുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ്.
ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പേജസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പേജസിൽ വരിക. പേജസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോം പേജ് ഉണ്ട്, പോസ്റ്റ് ലിസ്റ്റ് പേജ് ഉണ്ട്. പോസ്റ്റ് ലിസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്ലോഗ് എഴുതുന്നതൊക്കെ ഈ പോസ്റ്റ് ലിസ്റ്റ് പേജിലേക്കായിരിക്കും പോവുക. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അബൌട്ട് അസ്, കോൺടാക്ട് അസ്. ഇവിടെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഹോം പേജാണ്. ഹോം പേജാണ് നമുക്ക് ആദ്യം എഡിറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഹോം പേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് എഡിറ്റ് കൊടുക്കുക. ലാസ്റ്റിൽ വന്നിട്ടുള്ള 3 ഡോട്ടിൽ വന്നിട്ട് എഡിറ്റ് കൊടുക്കാം. അപ്പോൾ എഡിറ്റിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു തീം ഇവിടെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, പോസ്റ്റേഴ്സും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ ഈ ഒരു ഫസ്റ്റിലുള്ള ഓപ്ഷൻ മാത്രം അവിടെ വെച്ച് ബാക്കിയെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യണം. ഇമേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാം, ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരിക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. എന്നിട്ട് ഇവിടെ ഈ അപ്ലോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഇമേജാണോ വേണ്ടത് ആ ഇമേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നേരെ സെലക്ട് ഫയൽ കൊടുക്കുക, അപ്ലോഡ് കൊടുക്കാം. ഞാൻ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസേർട്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഇമേജ് എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. ഒരു പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് കറക്റ്റ് അല്ലാതൊക്കെ വരാം. അതായത് നിങ്ങളുടെ ഇമേജ് ഒരു അലൈൻമെൻ്റ് ഒന്നും പ്രോപ്പർ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ താഴെ തന്നെ ഡിസ്പ്ലേ ഇമേജ് സൈസ് എന്നുള്ളിടത്ത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കാം. ഇവിടെ ഫുൾ സെൻറ്റർ എന്നുണ്ടെങ്കിൽ ഫുൾ സെൻറ്റർ എന്ന് കൊടുക്കാം. ഏതാണോ വേണ്ടതെങ്കിൽ ഇവിടെ മാറ്റി കൊടുത്താൽ, ഇവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാൻവയിൽ പോയിട്ട് നിങ്ങളെ കയ്യിലുള്ള ഇമേജസ് ഏതാണോ ആ ഇമേജസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് അടിക്കാം. വെബ്സൈറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഇമേജ് സൈസ് ഇവിടെ കാണിച്ചു. അതായത് 1366x761 പിക്സലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഇമേജിനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അഥവാ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അലൈൻമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഇമേജസ് എന്നുള്ളത് ഇവിടെ ഇതിൻ്റെ ഫുൾ സെൻറ്റർ ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഫുൾ വിഡ്ത്തായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് ഏത് രീതിയിലാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇമേജ് ആഡ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു ക്യാപ്ഷൻസാണ്. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റിലുള്ള ക്യാപ്ഷൻസ് വേണ്ട, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. രണ്ടാമതായിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്ഷൻസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി. ഇവിടെ നേരെ മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് വെറുതെ ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കണ്ടൻറ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കളർ മാറിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ ഒന്നെങ്കിൽ കൺട്രോൾ അടിക്കുക അല്ലെങ്കിൽ സെലക്ട് കോൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കളറിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ മുകളിൽ തന്നെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ കൊടുക്കുക. ഞാനിവിടെ വൈറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വൈറ്റ് വന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതും ചേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ അലൈൻമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കണം ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കണം അണ്ടർലൈൻ കൊടുക്കാം. എന്താണോ വേണ്ടത്, എന്തൊക്കെ രീതിയിലാണോ ചെയ്യുന്നത് അതൊക്കെ ഇവിടെ ചെയ്യാം. ഹൈപ്പർ ലിങ്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫോണ്ട് സൈസ് ഇപ്പോൾ 66 അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിവിടെ 66 തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈൻ ഹൈറ്റാണ്. ലൈൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇതാണ് ലൈൻ ഹൈറ്റ്. അപ്പോൾ ഇത് ലൈൻ ഹൈറ്റ് ഇങ്ങനെ മാറ്റണമെങ്കിൽ ലൈൻ ഹൈറ്റ് മാറ്റാം. പിന്നെ ഫോണ്ടാണ്. ഫോണ്ട് ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ മാറ്റണമെങ്കിൽ അത് മാറ്റാം. ബോൾഡ് സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. പിന്നെ ലെറ്റർ സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ഓരോ ലെറ്ററുകളുടെ ഇടയിൽ വരുന്ന സ്പേസുകൾ അതൊക്കെ നിങ്ങളുടെ ഓരോ ഡിസൈൻ എലമെൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫുൾ വിഡ്ത്ത് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇത് ഓക്കെ, ബെസ്റ്റ് SEO സർവീസ് ഇൻ കേരള. ഞാൻ വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെയുള്ളതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ചേഞ്ചസ് കൊടുത്താം. അതല്ല നിങ്ങൾക്ക് ഇതൊരു വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് ഹെഡറിലുള്ള ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ റോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ 2 കോളം വരുന്ന രീതിയിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. 2 രീതിയിലുള്ള 2 കോളം കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാനിവിടെ അബൌട്ട് അസ് എന്നുള്ള രീതിയിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ അതായത് ഈ ഫസ്റ്റിലുള്ള ഈ സൈഡിലുള്ളതിൽ കണ്ടൻറ്റ് ആഡ് ചെയ്യാണ്, ഈ സൈഡിലുള്ളത് ഇമേജ് ആഡ് ചെയ്യാണ്. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അബൌട്ട് അസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ അബൌട്ട് അസും അതിന് തൊട്ടതായ സർവീസസും പിന്നെ തൊട്ടതായ കോൾ ആക്ഷൻ, ഇങ്ങനെയുള്ള 3-4 സെക്ഷൻ മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇമേജസും കണ്ടൻറ്റും മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇതിന് അതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഹെഡ്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റിൽ കണ്ടൻറ്റ് ബോക്സ് ഉണ്ട്, ഹെഡ്ലൈൻ ഉണ്ട്, ബുള്ളറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഞാൻ അബൌട്ട് അസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഈ അബൌട്ട് അസ് എന്നുള്ള സെക്ഷനിലേക്ക് ആദ്യം ഒരു ഹെഡ്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഹെഡ്ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇവിടെ ഞാൻ 2 കോളം ഉണ്ട്. ആദ്യം ഒരു റോ സെലക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലാണ് കോളം ലേഔട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ഞാൻ മുകളിലാണ് പോകുക. കാരണം അത് അവിടെ ഇവിടെയാണ് വന്നിട്ടുള്ളത്, കണ്ടോ. കാരണം എന്താണ്, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, കാണാൻ പറ്റും. ഞാനിങ്ങനെ വലിക്കുന്ന സമയത്ത് മുകളിലാണ് ബ്ലൂ കളർ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സെലക്ട് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലൂ ലൈൻ കാണിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ അബൌട്ട് അസ് എന്ന് എൻ്റർ ചെയ്യാണ്. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലൈൻമെൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി എനിക്ക് ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കണം. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ താഴേക്കിന് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഈ കണ്ടൻറ്റ് മാറ്റിയിട്ട് ജസ്റ്റ്, എന്നിട്ട് ഈ ഒരു ഫോണ്ട് ഞാൻ ബോൾഡാക്കുകയാണ്. ബോൾഡാക്കിയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ എനിക്ക് ഈ ബെസ്റ്റ് SEO സർവീസ് ഇൻ കേരള എന്നുള്ളത് കുറച്ചും കൂടെ മുകളിലേക്ക് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാണ്. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മാർജിൻ സെലക്ട് ചെയ്യാം. മാർജിൻ സെലക്ട് ചെയ്തിട്ട് ടോപ്പ് എന്നുള്ളത് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ മാർജിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് ഇതിൽ ഒരു ടെക്സ്റ്റ് ബോക്സാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് സർവീസിന് താഴെ തന്നെ ഞാനൊരു, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ടെക്സ്റ്റ് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ അതിൻ്റെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഈ ഒരു കണ്ടൻറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാണ്. അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തു. ഇത്രയും ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളെ അബൌട്ട് അസ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് സൈസൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഈ ഹെഡിങ്ങിൻ്റെ സൈസൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഫോണ്ട് സൈസ് ഒരു 16 കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, 16 കൊടുത്തു. ഇനി എനിക്ക് ഇതിൻ്റെ തൊട്ടതായ ഒരു കോൾ ആക്ഷൻ ബട്ടൺ വേണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൾ ആക്ഷൻ ബട്ടണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ബട്ടൺ ലൈക്കൺ കാണാൻ പറ്റും. ഈ ബട്ടൺ എടുത്തിട്ട് നേരെ ഇതിൻ്റെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെറിയ മാറ്റം വരുത്തണം. അപ്പോൾ എനിക്കത് സൈഡിലേക്ക് വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്ത് ക്ലിയർ സൈഡിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാഡിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു. പാഡിംഗ് ഓപ്ഷനിൽ വന്നിട്ട് ഞാൻ ലെഫ്റ്റും റൈറ്റും കുറച്ച് കൊടുത്തു. അതിന് ബോട്ടം കുറച്ചു. ഇനി അതിലേക്ക് എഡിറ്റിംഗ് കൂടുതൽ എടുത്തതിന് മുമ്പ് നമുക്ക് അവിടെ എന്ത് കണ്ടൻറ്റാണോ വേണ്ടതെന്നുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ടൈപ്പോഗ്രാഫിയിൽ വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ എന്നുള്ള കാണാൻ പറ്റും. അവിടെ കോണ്ടാക്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം.
പിന്നെ ഈ സബ് ടെക്സ്റ്റ് എന്നുള്ളത് വേണ്ട, അത് ഒഴിവാക്കാം. നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത പാഡിങ്ങിലേക്ക് ഒന്നും കൂടെ വരിക. എന്നിട്ട് ഈ ബോട്ടത്തിലുള്ള സൈസ് ഒന്ന് മാറ്റാം. ഞാനിവിടെ 10 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മുകളിലും അതേപോലെ തന്നെ 10 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പാഡിങ്. സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 30 കൊടുക്കാം. ഓക്കെ. പിന്നെ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് കോർണർ റൗണ്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 3 കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ റൗണ്ട് ചെയ്യേണ്ടത് അങ്ങനെ റൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 10 കൊടുക്കണമെങ്കിൽ 10 കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ റൗണ്ട് ആവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പ് റൈറ്റ് എല്ലാം അങ്ങനെ കൊടുക്കാം. പിന്നെ നിങ്ങൾ കാണാൻ പറ്റും നമ്മളിവിടെ കോണ്ടാക്റ്റേഴ്സ് എന്നുള്ളത് കൊടുത്തു. കോണ്ടാക്റ്റേഴ്സ് എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജ് കോണ്ടാക്റ്റേഴ്സ് പേജിലേക്ക്, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്റ്റേഴ്സ് പേജിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ URL എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ URL ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോണ്ടാക്റ്റേഴ്സ് പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോണ്ടാക്റ്റേഴ്സ് പേജിൻ്റെ ലിങ്ക് ഇങ്ങനെ കോപ്പി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഇമേജ് ആഡ് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഇമേജസ് കാണാൻ പറ്റും. ഈ ഇമേജസിൽ പോയിട്ട് ഞാനിതിവിടെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇമേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് ഫയലിലേക്ക് പോകും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫയലിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഇതിലുള്ള ഒരു ഇമേജാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ റെഡിയായി. അപ്പോൾ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്, ഇതിൽ അലൈൻമെൻറ്റ്സ് ഒന്നും കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് പാഡിങ്ങിലേക്ക് വരാം. പാഡിങ്ങിൽ വന്നിട്ട് നിങ്ങൾക്ക് ടോപ്പിൽ ചേഞ്ചസ് വരണം. ടോപ്പിൽ നമുക്ക് കുറച്ച് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് കൊടുത്തു. ഇനി റൈറ്റിൽ അതേപോലെ തന്നെ കുറച്ച് ചേഞ്ച് വരണം. റൈറ്റിൽ കൊടുത്തു. അതേപോലെ തന്നെ ലെഫ്റ്റിലും നമുക്ക് വരണം. അപ്പോൾ ടോപ്പും റൈറ്റും ഓൾമോസ്റ്റ് ഒരേ സൈസിൽ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അലൈൻമെൻറ്റ് ഇഷ്യൂ ആയിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ 52 കൊടുത്തത്. അതേപോലെ തന്നെ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലും 52 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും മുകളിലുള്ളത് കുറച്ചുകൂടെ ഈ സൈഡിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിലേക്ക് വേണം ആ പാഡിങ് റെഡി ആവാൻ. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ ഒരു ചെറിയ മാറ്റം വരുത്താണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലുള്ളത് ആദ്യം ചേഞ്ച് ചെയ്യാം. ഒരു 65 കൊടുത്ത് നോക്കണം. അപ്പോൾ 65 പോരാ, ഒരു 70 വേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടെ മാറ്റി കൊടുക്കുകയാണ്. ഞാനൊരു 73 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും റോ എന്ന ഓപ്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് തൊട്ട് താഴെ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്തു. അതേപോലെ തന്നെ വീണ്ടും എനിക്കിവിടെ വേണ്ട, ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കാൻ ചെയ്തു. അതിനുശേഷം 2 കോളം വരുന്ന അല്ലെങ്കിൽ 3 കോളത്തിൻ്റെ 3 കോളത്തിൻ്റെ ഒരു ലേഔട്ട് എടുത്തു. എന്നിട്ട് എനിക്ക് ഇതിനൊരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ അത് ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനതിൻ്റെ മുകളിലായിട്ട്, അതായത് മാറിപ്പോകരുത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു ഇതിൻ്റെ ബ്ലൂ ലൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ആ റോഡ് മുകളിലേക്കായിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്യാൻ മതി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ 3 കോളംസിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് കൊടുത്തു. എന്നിട്ട് അവർ സർവീസസ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുത്തു. അത് ബോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ സൈസൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ 3 സർവീസുകൾ ആഡ് ചെയ്യാൻ പോവാണ്. 3 സർവീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് കൊടുക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കാം. ഹെഡിങ്ങിൻ്റെ സൈസ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഞാനൊരു 5 ആണ് ഇടുന്നത്. അതുപോലെ തന്നെ ഒന്ന് ബോൾഡാക്കിയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ SEO സർവീസ് എന്ന് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു സർവീസ് ആഡ് ചെയ്തു. ഇനി ഇതിന് തൊട്ട് താഴെ ആ സർവീസ് തമ്മിൽ ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. എനിക്ക് അത്ര ഫോണ്ട് സൈസ്, ഞാൻ അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. 16 ആക്കിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സർവീസുകളും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു വട്ടം സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് പിന്നെ ഡ്രാഗ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു കോളം ഈ ഒരു കോളത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ ഇവിടുന്ന് ഡ്യൂപ്ലിക്കേഷൻ കൊടുത്തിട്ട് അടുത്ത കോളത്തിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇതും ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ആ ബ്ലൂ ലൈൻ എവിടെയാണ് വരുന്നത്, അതായത് മുകളിലാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ മുകളിലായിരിക്കും വരിക, അത് താഴെയാണെങ്കിൽ അതിൻ്റെ താഴെയായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഞാൻ 3 സർവീസ് ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇനി ഈ സർവീസുകളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാനിവിടെ 3 സർവീസുകൾ ആഡ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഇതിനൊരു ചേഞ്ചസ് വരുത്തണം. കാരണം ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, കാണുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, നമ്മൾ പേപ്പർ വായിക്കുന്ന പോലെ ഉണ്ടാവും, എല്ലാം ഒരേ കളർ പാറ്റേണിൽ വരണം. അപ്പോൾ ഞാൻ ഇതിന് ചെറിയൊരു ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് കളർ, അത് ഞാൻ ജസ്റ്റ് ഒരു ഹാഷ് കളറിലേക്കൊക്കെ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഒന്നും കൂടെ അത് ലൈറ്റ് ആക്കാം. അപ്പോൾ ഞാൻ അതിനൊരു ചെറിയൊരു കളർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്കിതിൻ്റെ പാഡിങ് ഒന്ന് മുകളിലൊന്ന് ചേഞ്ചസ് വരുത്തണം. അതിനുകൊണ്ട് പാഡിങ് കൊടുത്തു. ടോപ്പിൽ ഞാൻ ഇപ്പോൾ നിലവിൽ 10 ആണുള്ളത്, അതൊരു 15 കൊടുക്കാം. ഒരു 20 ആക്കുന്നുണ്ട് കേട്ടോ, 20 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വന്നു. പാഡിങ് അല്ല ചേഞ്ച് ചെയ്യുന്നത്, മാർജിനാണ് ചേഞ്ച് ചെയ്യുന്നത്. മാർജിന് ഞാനൊരു 20 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പോൾ 2 സെക്ഷൻ ആഡ് ചെയ്തു. ഇനി നേരത്തെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള പാഡിങ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ 3 സെക്ഷൻ ആഡ് ചെയ്തു. നമുക്ക് ആദ്യം ഒരു സ്ലൈഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ഹെഡർ സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എബൌട്ടസ് കൊടുത്തു. എബൌട്ടസിൻ്റെ തൊട്ട് താഴെ സർവീസസ് കൊടുത്തു. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇനി നിങ്ങൾക്ക് തൊട്ട് താഴെ നിങ്ങളുടെ ബ്ലോഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഒരു റോ സെലക്ട് ചെയ്തു. അതിന് ശേഷം ഞാനിവിടെ നേരെ ബ്ലോഗ് പോസ്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തു. എന്നിട്ടത് ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിലൂടെ കാണാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് സൈസൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴോട്ട് വരിക. താഴോട്ട് വന്നിട്ട് ഇവിടെ ടൈറ്റിലിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. ഞാനിവിടെ അതിന് 15 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണ് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ 12 കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഇത്രയും ബ്ലോഗ് പോസ്റ്റുകൾ ഫ്രണ്ട് പേജിൽ വേണ്ട, ആദ്യത്തെ 3 മതി. അത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 3 മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്നുകൂടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും നമ്പർ ഓഫ് പോസ്റ്റ് പെർ പേജ് എന്നുള്ളത്, അത് ഞാൻ 3 ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എനിക്കിതിൻ്റെ മുകളിൽ ഒരു ഹെഡിങ് വേണം, ബ്ലോഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെഡ്ലൈൻ ടെക്സ്റ്റ് എന്നുള്ളത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. അതിനൂടെ ബ്ലോഗ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ബോൾഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ
ബ്ലോഗ് എന്നുള്ള പറയുന്ന ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാനുള്ള യൂട്യൂബ് ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു 2 കോളം കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് എന്ത് ചെയ്യണം, ഒരു വീഡിയോ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽ വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടെസ്റ്റിമോണിയൽ നിന്ന് കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ബ്ലോഗിൻ്റെ ഒരു സെക്ഷൻ ആഡ് ചെയ്തു. എനിക്ക് ഈ ബ്ലോഗിൻ്റെ സെക്ഷൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതൊന്നും വേണ്ട. ഞാൻ ഇവിടെ നേരെ എന്ത് ചെയ്യാണ്, ഒരു കോളക്ഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഹെഡിങ് എന്നുള്ള സെക്ഷൻ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഒരു കോളക്ഷൻ കൊടുക്കുകയാണ്. ലൈൻ ഹൈറ്റ് ഒന്ന് മാറ്റാണ്. അതേപോലെ തന്നെ മാർജിനിൽ ഞാൻ ചെറിയൊരു ചേഞ്ചസ് വരുത്താണ്. ടോപ്പിൽ കുറച്ചും കൂടെ താഴോട്ട് വന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു കോൾ ആക്ഷൻ ബട്ടൺ ഞാൻ കൊടുക്കുകയാണ്. കോൾ ആക്ഷൻ ബട്ടൺ ഞാൻ കൊടുക്കുന്നത് ഒരു ബട്ടണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സേവ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സേവ് ചേഞ്ചസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രിവ്യൂ എന്ന് പറയുന്നത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ലോഡായിട്ട് വരും. കണ്ടോ, പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഓൾമോസ്റ്റ് റെഡി ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹെഡർ റെഡിയാക്കേണ്ടത്, അതായത് ലോഗോ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഹോം, ആർട്ടിക്കിൾസ്, കോൺടാക്ട്സ്, ഈ മെനു വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യുള്ളത്. അതേപോലെ തന്നെ താഴെ ഈ ഫൂട്ടർ സെക്ഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, വളരെ സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അത് ചെയ്യാൻ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എത്ര സെക്ഷൻ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം അടുത്ത പേജ് കോൺടാക്റ്റ്. ഇവിടെ എന്ത് ചെയ്യുക, എഡിറ്റ് കൊടുക്കാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്റ്റിൻ്റെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കൊടുത്ത അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലിവിടെ ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എബൌട്ട് അസിലും ചേഞ്ചസ് വരുത്താം. എബൌട്ട് അസിലും ചേഞ്ചസ് വരുത്താം. ഞാൻ നേരത്തെ പറഞ്ഞു ഫോട്ടോ എങ്ങനെ ചേഞ്ച് ചെയ്യണം. ഈ ഒരു ഫോട്ടോ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നേരെ ഇതിലേക്ക് വരിക. ഇതിലേക്ക് വന്നിട്ട് ഇവിടെ ഉണ്ടോ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ഇമേജ് കാണാൻ പറ്റും. ഇവിടെ അപ്ലോഡ് കൊടുത്തിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഫേസ്ബുക്കിന് ലിങ്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതായത് മാറരുത്, ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു കളർ വരുന്നു. ഈ ഒരു കളറിൽ വന്നിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ മാറും. ആ സമയത്ത് ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ലിങ്ക് കൊടുക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യാണ്. എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സേവ് ചേഞ്ചസിൻ്റെ തൊട്ടടുത്താണ് എക്സിറ്റ്. നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സേവ് ചേഞ്ചസ് കൊടുത്തിട്ടാണ് എക്സിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വ്യൂ ബ്ലോഗ് എന്നുള്ളത്, അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് കാണുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ നോക്കിയ ആ പ്രിവ്യൂവിൽ പോകുന്ന പോലെ നിങ്ങളുടെ വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ബ്ലോഗിൻ്റെ ലേഔട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെഡിങ് ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. ഹെഡിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലോഗ് ലേഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ബ്ലോഗ് ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർട്ടിക്കിൾസ്, അതായത് മെനു കാണാൻ പറ്റും, അതായത് ലോഗോ കാണാൻ പറ്റും. ലോഗോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള ആ ലോഗോൻ്റെ മുകളിൽ സെലക്ട് ചെയ്യുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമേജ് ഫയൽ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഏത് ലോഗോ ആണ് വേണ്ടത് ആ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലോഗോ തൽക്കാലം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇമേജ് സൈസ് എന്ന് കാണാൻ പറ്റും. ഈ ഇമേജ് സൈസ് കുറച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെനു ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഹോം എന്നുള്ളതിൻ്റെ ഇവിടെ ചേഞ്ചസുകളൊന്നും ചെയ്യേണ്ട. ഈ ഹോം പേജിൽ നിന്നുള്ളതിൽ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട. ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ അലൈൻമെൻറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ അലൈൻമെൻറ്റ് മാറ്റി കൊടുക്കാം. ഞാൻ സൈഡിൽ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫോൺ സൈസും എല്ലാം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ റെഡിയായി. ഇനി നമുക്ക് ഫൂട്ടറാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നേരെ താഴേക്ക് വരാം. താഴേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എബൌട്ട് അസ് നേരത്തെ ഞാൻ കൊടുത്ത പോലെ എബൌട്ട് അസ് ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ, അതായത് ഈ എബൌട്ട് അസിന് പകരം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുത്തിട്ട് ചെറിയൊരു എബൌട്ട് അസ് പോലെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക,
അല്ലെങ്കിൽ വിഷനോ മിഷനോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു കോൺടാക്ട് നമ്പർ കൊണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു ഐഡിയ പറയാം. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇതിനെ താഴെ കൊടുക്കാം. എന്നിട്ട് ആ ഒരു സെക്ഷനിൽ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഇവിടെയുള്ള സോഷ്യലിൻ്റെ ലിങ്കുകളൊക്കെ ആ ഒരു ഐക്കണിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. ലിങ്കഡ് മാറ്റണമെങ്കിൽ ലിങ്ക്ഡിൻ്റെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ URL ഇവിടെ കൊടുക്കാം. ഇതേപോലെ അത് 3 ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾസിൻ്റെ അവിടെ യൂട്യൂബ് ചാനൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ യൂട്യൂബ് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈപ്പർ ലിങ്ക് കൊടുത്താൽ മതി. ഇവിടെ ആ URL കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ യൂട്യൂബിൻ്റെ ലിങ്കിലേക്ക് പോകും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോട്ടോയിൽ ചെയ്യാനുള്ളത്. ഇനി സേവ് ചേഞ്ചസ് കൊടുക്കാം. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് കൊടുക്കാം. എക്സിറ്റ് കൊടുത്തിട്ട് വ്യൂ ബ്ലോഗ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ വരിക. പിന്നെ ഈ കാണാൻ പറ്റും നിങ്ങളുടെ വെബ്സൈറ്റ് വളരെ അതിമനോഹരമായ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളുടെ ഹോം പേജിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഹോം പേജാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും ഒരു കമ്പ്യൂട്ടറിൻ്റെ ഐക്കണും കാണാം, അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഐക്കണും കാണാൻ പറ്റും. ഈ മൊബൈലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ചേഞ്ചസ് വരുത്താം. ഇതൊന്ന് സെൻറ്ററാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഇതും സെൻറ്ററാക്കി കൊടുക്കാം. എൻ്റെ പാഡിങ് ഒന്ന് മാറ്റുന്നുണ്ട്, ഞാനത് 0 ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് വേണ്ട രീതിയിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് മുകളിൽ, അതായത് ഹെഡിങ്ങുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറച്ച് മാറ്റം വരുത്താണ്. അപ്പോൾ അതിന് ഞാൻ പാഡിങ്ങിൽ തന്നെ ടോപ്പ് കുറച്ച് ഹൈറ്റ് കൊടുക്കുകയാണ്, 5 കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് അതും ഇതേപോലെ തന്നെ സെൻറ്ററാക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഹോം പേജ് ഓൾമോസ്റ്റ് ഞാൻ മൊബൈൽ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മൊബൈൽ ഫ്രണ്ട്ലി ആക്കിയപ്പോൾ അലൈൻമെൻറ്റുകളൊക്കെ ചെറിയതായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയപ്പോൾ ഓൾമോസ്റ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആയി. നമുക്ക് അതിൻ്റെ ഹെഡറും അതേപോലെ തന്നെ ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഹെഡറും ഫോട്ടോയും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോയതേപോലെ തന്നെ ബ്ലോഗിൻ്റെ ലേഔട്ടിൽ പോവുക. ബ്ലോഗിൻ്റെ ലേഔട്ടിൽ പോയിട്ട് അത് നമുക്കിവിടെ മൊബൈൽ സെലക്ട് ചെയ്യുക. മൊബൈൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇമേജ് സൈസ് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു സെക്ഷൻ വേണ്ട, ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ വെബ്സൈറ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, വരെ ഈ ഒരു ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും പവേർഡ് ബൈ system.io. ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് വളരെ സ്വന്തമായിട്ട് നല്ലൊരു വെബ്സൈറ്റ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ system.io ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു അവരുടെ ബ്രാൻഡിങ് വേണ്ട എന്നുണ്ടെങ്കിൽ അവരുടെ പെയ്ഡ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട്, അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ നെയിംചീപ്പിൽ പർച്ചേസ് ചെയ്തുള്ള ഡൊമൈനുമായിട്ട് നമ്മൾ system.io ക്രിയേറ്റ് ചെയ്തുള്ള വെബ്സൈറ്റുമായി എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.